ഹലോ മച്ചന്മാരെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് മുഷ പൊക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഉണ്ട് എന്നറിഞ്ഞ് വന്നതല്ല, ഇവിടേക്ക് ഞാൻ കയറി നോക്കി ഇപ്പോൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇവന്മാരെ കൊണ്ടുപോയിരിക്കാൻ ശരിയല്ലല്ലോ, കാരണം ഇവന്മാരിപ്പം റയറാണ്, എവിടെ ഇങ്ങനെ കിട്ടാറില്ല. ഇപ്പോൾ നമ്മുടെ ചെറിയ ചാലാണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് ചോദിക്കാറുണ്ട് ഇവന്മാർ എവിടെ നിന്ന് കിട്ടുന്നതെന്നൊക്കെ. പിന്നെ ഇവിടെ വേറെ കുറേ മീനെ കിടപ്പുണ്ട്, നമ്മൾ അലിഗേറ്റർ ആയിക്കോട്ടെ, പിന്നെ കുറച്ച് ആമയും കാലൊക്കെ ഉണ്ട്. ആമയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ, നമ്മൾ ഈ വയലിലേക്ക് കാണുന്ന ആമ അങ്ങനെയുള്ള നക്ഷത്രമേ കരുത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കൊണ്ടുപോയിട്ട് എനിക്ക് തൃപ്തി വന്നില്ല, അങ്ങനെ ഞാൻ വീണ്ടും വന്നതാണ്. ആ ഷോപ്പിൽ തന്നെ ഞാൻ വീണ്ടും വന്നിട്ട് അവിടെ നിന്ന് ബാക്കി കുറച്ചും കൂടി എടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം അവിടെ നിന്ന് ഒരു 3/4 ഭാഗത്തോളം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവന്മാർ നല്ല രീതിയിൽ മെലിഞ്ഞിട്ടിരിക്കുകയാണ്, കാരണം ഫുഡും കാര്യം നമ്മൾ കൊടുത്തോ സെറ്റാക്കാനായിട്ട്. പിന്നെ ഇവന്മാർ ഗ്രൂപ്പാണെങ്കിലാണ് അത്യാവശ്യം നല്ല പവറായിട്ട് ഫുഡും കാര്യങ്ങൾ കഴിക്കത്തുള്ളൂ. ഇത് വേറൊരു ഷോപ്പാണ്. അപ്പോൾ ഞാൻ ഇവിടെയും അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടില്ല. ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു നിനക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കൊണ്ടുവരുന്ന കുറച്ച് ടാസ്ക്കാണ്, കിട്ടാൻ ചാൻസ് ഇല്ല എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പെറ്റ് ഷോപ്പുകൾ ഇങ്ങനെ കയറി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആദ്യം ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചു. അതിന് ഞാൻ ഏകദേശം കുറച്ച് സമയം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മോൺസ്റ്റർ ഫിഷ് ലെവലിലേക്ക് അത് വന്നിട്ടുണ്ട്, നല്ല സൈസ് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസും കാലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിലക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ അരോണം ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ ഇവനെ ഞാൻ തൂക്കും. ഞാൻ ഇതിന് മുന്നേ അവനെടുക്കാൻ വന്ന സമയത്ത് അന്ന് എനിക്ക് ടാങ്കോ കാര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അതിനുശേഷം പോയി. ഇപ്പം പുതുതായിട്ട് വന്നതാണ്. പിന്നെ കുറച്ച് ഗോൾഡ് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അലിഗേറ്ററിന് ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ആദ്യം മേടിക്കാറുണ്ടായിരുന്നു, പക്ഷേ പണ്ടൊക്കെ നമ്മൾ ആഗ്രഹം കൊണ്ട് വാങ്ങിക്കുന്ന സാധനങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ അതിനെ ഒരു ഫുഡായിട്ട് രീതിയിലിട്ട് കൊടുക്കാനായിട്ട് ചെറിയ മടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് നിർത്തി. ഇപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ എണ്ണിപ്പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ അത്യാവശ്യം നല്ല ആക്റ്റീവാണ്, പക്ഷേ ഇവന്മാർക്ക് നല്ല സൈസോ കാര്യങ്ങളും, സൈസ് മീൻസ് അധികം ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാനായിട്ടായിരിക്കാം, കൊണ്ടുവന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇവന്മാർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇവന്മാരൊന്ന് സൈസാക്കി എടുക്കണം. എൻ്റെ മെയിനായിട്ടൊരു പരിപാടിയാണ് ഇതേപോലെ മീനുകൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവന്മാരൊന്ന് സൈസാക്കി എടുക്കുന്നത് എനിക്കൊരു ഇഷ്ടപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്കൊരു ഒരു ടാങ്ക് ഉണ്ട്, ഈ ടാങ്കിനകത്ത് വാഹയാണ്. അപ്പോൾ ഇവന്മാർക്ക് ഒരുപാട് സൈസ് കുറവായതുകൊണ്ട് ഇവന്മാർ അതിനകത്ത് ഇട്ട് ഞാൻ വാഹ അടിക്കും. അറിയാമല്ലോ, ഇവന്മാരാണ് സൈസ് കൂടുതലെങ്കിൽ തിരിച്ചു അടിക്കും.